ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ട്രഷർ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കട്ടിയുള്ളൊരു പേപ്പർ, സിസേഴ്സ്, സ്കെയില്, പിന്നെ ഏതെങ്കിലും ഒരു പെയിൻറ്റ്, സ്കെച്ചോ ഫാബ്രിക് പെയിൻറ്റോ എന്തെങ്കിലും, പിന്നെ ഗ്ലൂ, ബ്ലാക്കിംഗ് പെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മളൊരു അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 160 GSM ഉള്ളൊരു പേപ്പറാണ്. അതിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ വരച്ചെടുക്കണം. ഇനി അതിൻ്റെ വലിയ സൈസാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഞാൻ കട്ട് ചെയ്ത സമയത്ത് വരച്ച സമയത്തും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലൈൻ ചെയ്ത എല്ലാ സ്ഥലത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ബോക്സ് ഒന്ന് കറക്റ്റ് ഒന്ന് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ സൈഡിലും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല, അതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ട്രഷർ ബോക്സിൻ്റെ താഴെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശരിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. നമ്മൾ മുകളിൽ ആ ടോപ്പ് ഭാഗം വെട്ടിയ സമയത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്രോസ് പീസും കൂടെ വേണമായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പീസ് നമ്മൾ ഈ സൈഡിലും വേണമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേറൊരു പേപ്പർ എടുത്തിട്ട് ആ ക്രോസ് രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ആ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ താഴെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ മുകളിലും റിപ്പീറ്റ് ചെയ്യണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് വേറൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് 0.7 mm മെഷർ ചെയ്തിട്ട് ആ വരേൻ്റെ മുകളിൽ റേഡിയസ് 2.8 cm ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. അതിലൊരു 5 പോയിൻ്റ് എക്സ്ട്രാ ഇട്ടിട്ട് അതിന് പുറത്തു കൂടെ വേറൊരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ആ ക്രോസ് ചെയ്ത് വരച്ച സ്ഥലം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ സർക്കിൾ കട്ടാവാത്ത രീതിയിൽ വലിയ സർക്കിൾ മാത്രം ഒന്ന് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കണം. എന്നിട്ട് ആ ബോക്സിൻ്റെ 2 സൈഡിലാക്കിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിന് 2 സൈഡ് സെറ്റായി. ഇനി അതിന് മുകളിൽ കൂടെ ഒരു പേപ്പറും കൂടെ വേണം.
അപ്പോൾ അതിന് വേറൊരു പേപ്പർ എടുക്കുക. 10.5ഉം 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ 10.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ആ സൈഡിൽ തന്നെ 0.7 mm ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക. 0.7 മാത്രം ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക. ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ കട്ട് ചെയ്തത് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഈ സൈഡിലായിട്ടാണ് ഒട്ടിക്കേണ്ടത്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒട്ടിക്കുക. ഇനി വേണ്ടത് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ വുഡിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ പെൻസിൽ എടുത്തിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഫാബ്രിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും എടുക്കാം. ഫാബ്രിക് പെയിൻറ്റോ വാട്ടർ കളറോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ബ്രൗണിഷ് ഷെയ്ഡായിട്ട് ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആയിട്ട് ആദ്യം ഒന്ന് കൊടുക്കുക. അതൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഇനി നമ്മൾ തുടക്കത്തിൽ കട്ട് ചെയ്ത പോലെ തന്നെ 8, 5.5 അങ്ങനെ കുറച്ച് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ റേഡിയസിൽ തന്നെ ഒരു 2 സർക്കിൾ ഉണ്ടാക്കുക. അതിന് ഞാൻ ഇവിടെ ഗോൾഡൻ കളറാണ് കൊടുത്തേക്കണത്, വാട്ടർ കളറാണ്. പിന്നെ അതിന് ബോർഡർ കൊടുക്കുക. ഇതുപോലെ തന്നെ ബോർഡറും കൊടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളിവിടെ സെക്കൻഡ് കോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ബ്രൗണിഷ് കളർ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ലൈൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു വുഡിൻ്റെ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് ജസ്റ്റ്, അതിന് പ്രത്യേകിച്ച് ലൈൻസ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഞാൻ ബ്രൗൺ അടിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ജെൽ പെൻ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് ഡോട്ടഡ് ലൈൻസും കുറച്ച് സർക്കിൾസും ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ വെട്ടി വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ കാണാറില്ലേ ഡ്രസ് ബോക്സിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഗോൾഡ് കളറിലുള്ള സംഭവങ്ങൾ, അതാണ് ഇത്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ട്രഷർ ബോക്സോ മിസ്റ്ററി ബോക്സോ ഈ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്വൽസും കുറച്ച് പഴയ നോട്ട്സും കോയിൻസും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.